ഇന്നലെയായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴുത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വളരെയധികം കൂടുതൽ വേദനയാണ്. നല്ല രീതിയിൽ വേദന ഉള്ളതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എത്തിയിട്ട് പോലും തല ഒന്ന് ഉയർത്തി നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വീണ ജോർജ്. രണ്ട് സൈഡിലും കഴുത്ത് ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. കരിങ്കോടി പ്രതിഷേധത്തിനിടെയായിരുന്നു സംഭവം നടന്നത്. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനെത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് വെച്ചാണ് പ്രതിഷേധമുണ്ടായത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മന്ത്രിയെ പരിയാരത്ത് എത്തിച്ചത്. കഴുത്തിലെ ക്ഷതം MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി ആവശ്യമായ ചികിത്സ നൽകണമെന്നാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. പ്രവർത്തകർ കഴുത്തിന് ഇടിക്കുകയും കൈപിടിച്ച് തിരിക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ട് പ്രവേശിച്ചത്. ഇന്നലെ വൈകിട്ട് മുതൽ 5.5 മണിക്കൂർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ മന്ത്രിയെ രാത്രി കൂടുതൽ പരിശോധനയ്ക്കായിട്ടാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് വധശ്രമ കേസിൽ പിടിയിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. സോഷ്യൽ മീഡിയയിലടക്കം മന്ത്രി വീണ ജോർജിന് പിന്തുണയുമായി ഒരുപാട് പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.